വയ്യാത്ത പട്ടി കയ്യാലെ കയറരുതെന്ന് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതിപ്പം എന്നെ ഉദ്ദേശിച്ചാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. കാരണം അറിയാത്ത പണി ചെയ്ത് പണി മേടിക്കുന്ന എൻ്റെ ഒരു സ്ഥിരം ഒരു ഹോബിയാണ്. അതൊക്കെ വിട്, അത് വിവരമില്ലായ്മ ഒരു തെറ്റല്ലല്ലോ. അതുപോലെ തന്നെ പണി കിട്ടിയ ഒരു ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം യൂട്യൂബിൽ നോക്കി എന്തുണ്ടാക്കിയാലും എനിക്കത് 8ൻ്റെ പണിയായിട്ട് തിരിച്ച് കിട്ടാറാണ് പതിവ് കേട്ടോ. ഞാൻ എന്തുണ്ടാക്കിയാലും ഇവിടുത്തെ വീടിൻ്റെ പറമ്പിലാണ് കിടക്കുന്നത്. കാരണം ആരും കഴിക്കത്തുമില്ല, ഞാൻ മാത്രം കഴിച്ച് മതിയാക്കി അത് കൊണ്ട് കളയും. അങ്ങനെ ബ്രെഡ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പരീക്ഷണം എന്ന് വെച്ചാൽ മാംഗോ ബ്രെഡ് പുഡിങ്. എന്തിനാണ് വെറുതെ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. എങ്കിലും മാങ്ങയുടെ ട്രെൻഡ് തീരാൻ പോവല്ലേ, അപ്പോൾ ഇതോടെ അങ്ങ് തീരട്ടെ എന്ന് വെച്ചു കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ അരിഞ്ഞ് പാലും പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ച് അത് നന്നായിട്ട് ചൂടാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് 3-4 ബ്രെഡും എടുത്ത് അരിയൊക്കെ മുറിച്ച് അത് സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ കൂടെ കസ്റ്റാർഡ് മിൽക്കും എടുത്തു. എന്നിട്ട് ഇതെല്ലാം വെച്ച് നമ്മൾ ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ട പോലൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഇനി സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. ഇനി അതിൻ്റെത് കൊണ്ടാണോ എനിക്കറിയത്തില്ല, എല്ലാം കണക്കിന് എനിക്ക് പറയുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം അങ്ങനെ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ഞാൻ വെച്ച എൻ്റെ അധ്വാനം വെറുതെ ആയിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. അതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അത് പോട്ടെ. അങ്ങനെ ഞാൻ പിറ്റേന്ന് ആണ് അതെടുത്തത് കഴിക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ വിചാരിക്കാം, ഞാൻ പറയുന്ന അത്രയും അതിലൊന്നും ഇല്ലല്ലോ ഇവളുടെ എക്സ്പ്രഷൻ കണ്ടിട്ടെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാൻ ഇതിലും മാരകമായിട്ടുള്ളൊരു എക്സ്പ്രഷനായിരുന്നു ആദ്യത്തെ ഒരു ബൈറ്റിൽ ഞാൻ ഇട്ടത്. അത് പിന്നെ ഇവിടെ ഇടണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളെയും കൂടെ എന്തിനാണ് വെറുപ്പിക്കുന്നത് അതൊക്കെ കാണിച്ചു. അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചു കേട്ടോ. എന്നിട്ട് പിറ്റേന്ന് എടുത്ത് കഴിച്ചു. അപ്പം ഞാൻ ഏറെക്കുറെ കഴിച്ചു കേട്ടോ. കാരണം അപ്പം ഇച്ചിരി നല്ല ടേസ്റ്റ് തോന്നി. ഞാൻ കുടുവിനെ വിളിച്ചു കേട്ടോ ഒന്ന് ടേസ്റ്റ് നോക്കാൻ. അവനൊന്ന് തൊട്ട് നക്കിയിട്ട് പോയി. പിന്നെ ഞാനല്ലാതെ പിന്നെ ആര്? അപ്പം ഞാൻ ഇതൊന്ന് കഷ്ടപ്പെട്ട് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ഓക്കെ, ബായ്.